ഇപ്പോൾ നമ്മളുള്ളത് സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി ശ്രീ IC ബാലകൃഷ്ണനോടൊപ്പമാണ്. UDFിൻ്റെ പ്രചാരണ പരിപാടികൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും IC നമ്മോടൊപ്പം ഉണ്ട്, നമുക്ക് അദ്ദേഹവുമായി സംസാരിക്കാം. ഒരുപാട് വിവാദങ്ങൾ മാത്രമാണ് IC ബാലകൃഷ്ണൻ എന്ന് പറയുന്ന അങ്ങയെക്കുറിച്ച് കേൾക്കുന്നത്. ഒരുപക്ഷെ ഈ സമയത്ത് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്, കഴിഞ്ഞ 15 വർഷമായിട്ട് സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിൻ്റെ MLA ആയി താങ്കൾ പ്രവർത്തിച്ചു. ഈ ഒരു വിവാദത്തിന് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? സാധാരണ ഈ ഒരു പഴഞ്ചൊല്ലുണ്ട്, നമ്മളെ പൂർവികരൊക്കെ പറയുന്ന മാങ്ങയുള്ള മാവിന് മാത്രമേ കല്ലേറുണ്ടാവുള്ളൂ. എൻ്റെ ജനകീയത, ജനങ്ങളുമായുള്ള ബന്ധം, പൊതുപ്രവർത്തനം, അതിൽ അസ്വസ്ഥത പ്രകടമാക്കിയ ചില രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടുള്ള ആരോപണങ്ങളല്ലാതെ അടിസ്ഥാനപരമായ ഒരു ആരോപണം അവർക്ക് ഉന്നയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇനി അതിനൊക്കെ മറുപടി പറയുന്നത് ഞാനല്ല, പൊതുജനങ്ങളാണ്, വോട്ടർമാർ. അവർ മറുപടി പറയാൻ തുടങ്ങിയല്ലോ. കാരണം ബത്തേരിയിലെ ജനങ്ങളും ഞാനുമായിട്ടുള്ള ബന്ധം ഒരു ജ്യേഷ്ഠ സഹോദര ബന്ധമാണ്, ഒരു അച്ഛനും മകനുമായിട്ടുള്ളൊരു ബന്ധമാണ്, നല്ല സുഹൃത്തുക്കളായിട്ടുള്ള ബന്ധമാണ്. ആ ബന്ധം ജാതി നോക്കാതെ, മതം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ ഈ 15 വർഷം എന്ന് വെച്ചാൽ 14 വർഷവും 8 മാസവും ഈ നിമിഷം വരെ ഞാൻ കാത്തു സൂക്ഷിച്ചു. അപ്പോൾ എനിക്കെതിരെ വരുന്ന ആരോപണങ്ങൾക്കൊക്കെ മറുപടി അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇനിയും പറയും. പിന്നെ ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? ഇപ്പോൾ നമ്മളെ സുൽത്താൻ ബത്തേരിയെ കുറിച്ച് എടുത്തു പറയുന്നത്, നമുക്കൊരു ഗവൺമെൻറ് കോളേജ്, അതാണ് പ്രധാനമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളെ വന്യമൃഗ ശല്യം, രാത്രിയാത്രാ നിരോധനം, ഇതൊന്നും MLAക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് MLA ചെയ്തത് എന്ന് ഞാൻ ചോദിക്കുന്നതല്ല, മറ്റ് അണികൾ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തകർ ചോദിക്കണം. ഇതിനെന്താണ് ജനങ്ങളോടുള്ളത്? ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 5 വർഷം 2011 മുതൽ 15 വരെ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആയിരുന്നു. ഇവിടെ ഒരു കാർഷിക കോളേജ് സ്ഥാപിച്ചത് ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്ക് അത് സ്ഥാപിച്ചെന്ന് പറയാൻ കഴിയുന്നില്ലല്ലോ. ബത്തേരിയിൽ നിരവധി ചെറുപ്പക്കാർ ഇപ്പോൾ ലൈസൻസ് എടുക്കാൻ വേണ്ടി, ഒരു ബൈക്ക് ഓടിക്കണമെങ്കിൽ, സ്കൂട്ടി ഓടിക്കണമെങ്കിൽ, ഡ്രൈവിംഗ് ലൈസൻസ് അവർക്ക് ലഭിക്കണമെങ്കിൽ കൽപ്പറ്റ പോകണം. ജോയിന്റ് RTO ഓഫീസ് ബത്തേരി സ്ഥാപിച്ചവർ പറയുന്നില്ലല്ലോ. ഇപ്പോൾ കേരളത്തിലെ വിജിലൻസ് സംവിധാനം, വയനാട്ടിലെ വിജിലൻസ് സംവിധാനത്തിന്റെ ഓഫീസ് ബത്തേരി സ്ഥാപിച്ചത് ഇവരാരും പറയുന്നില്ലല്ലോ. ഇവിടെ വ്യാപാരികളുണ്ട്, തൊഴിലാളികളുണ്ട്. ലീഗൽ മെട്രോളജി ഓഫീസ്, ജില്ലാ ഓഫീസ് ബത്തേരി സ്ഥാപിച്ചവർ പറയുന്നില്ലല്ലോ. അതേപോലെ ഗവൺമെന്റ് കോളേജ് നമ്മുടെ കുട്ടിയുടെ ആവശ്യമാണ്. മുള്ളംകൊല്ലി, പുൽപ്പള്ളി, മീനങ്ങാടി, പൂതാടി, അമ്പലവയൽ, ബത്തേരി, നെന്മേനി, നൂൽപ്പുഴ 5 പഞ്ചായത്തിന്റെ റെസൊല്യൂഷൻ കോളേജ് ആവശ്യപ്പെട്ടുകൊണ്ട്. ഒരു കോളേജ് തുടങ്ങാനുള്ള എല്ലാ നടപടിക്രമങ്ങളും, കോഴ്സ് അടക്കം, പുതിയ കെട്ടിടമടക്കം, പുതിയ ഭാവിയിലെ കെട്ടിടം പണിയുന്ന ഭൂമി അടക്കം പ്രപ്പോസൽ ചെയ്ത് 2019 ലാസ്റ്റ്. അത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്തുള്ള ഫയലാണ്. അത് വീണ്ടും റീ ഓപ്പൺ ചെയ്ത് കേരളത്തിന്റെ 1ാം പിണറായി ഗവൺമെന്റിനെ ഞാൻ റിക്വസ്റ്റ് കൊടുത്ത്, ആ റിക്വസ്റ്റ് ഹയർ എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ കോഴിക്കോട് കൈമാറി. അപ്പോൾ 18 പ്രളയമാണ്, 19 മഹാപ്രളയം. ആ പ്രളയം കഴിഞ്ഞതിന് ശേഷമാണ് ഇതിന്റെ റിപ്പോർട്ടിലേക്ക് കടന്നത്. 2020 നമ്മൾ പ്രപ്പോസൽ സമർപ്പിച്ചു. ആ പ്രപ്പോസൽ സമർപ്പിച്ച ഉടനെ ഞാൻ കേരള നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചല്ലോ ഈ ഗവൺമെന്റ് കോളേജിലെ പ്രാധാന്യത്തെ സംബന്ധിച്ച്. ഒരുപക്ഷെ പറയട്ടെ, അന്ന് KT ജലീൽ മറുപടി പറഞ്ഞ എന്താണ്? സാമ്പത്തിക പ്രതിസന്ധി. 2021 വന്ന ഗവൺമെന്റ് ബിന്ദു ആയിരുന്നല്ലോ ഹയർ എഡ്യൂക്കേഷൻ. ഞാൻ ഇതിന്റെ കൂടെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ 10 കൊല്ലം ഭരിച്ചത് മറ്റൊരു പാർട്ടിയായിരുന്നു, ഒരുപക്ഷെ അവരുടെ തടസ്സം ഇതിന് നേരിട്ടിട്ടുണ്ട്. അതാ പറഞ്ഞു വരുന്നത്. ഹയർ എഡ്യൂക്കേഷൻ പിന്നെ മന്ത്രിയായി 2021 സത്യപ്രതിജ്ഞ ചെയ്ത ബിന്ദു. നിയമസഭയിൽ ഞാൻ വീണ്ടും സബ്മിഷൻ അയച്ചു. ആ മറുപടിന്റെ കോപ്പി ഞാൻ നിങ്ങൾക്ക് ഞാൻ തരാത്. ഒരേ മറുപടി എന്താണ്? ഗവൺമെന്റിന്റെ പോളിസി ഇല്ല ഗവൺമെന്റ് കോളേജ് തുടങ്ങുന്നതിന് വേണ്ടി. പരിമിതമായ ഫണ്ട്, ലഭ്യത കുറവ്, സാമ്പത്തിക പ്രതിസന്ധി എന്നൊക്കെയല്ലേ പറഞ്ഞത്. ഞാൻ ചോദിച്ചു, അപ്പോൾ യഥാർത്ഥത്തിൽ
കോടികളുടെ ദൂർത്തടി നടത്തിയ ഒരു ഗവൺമെന്റ് ഇവിടുത്തെ പാവപ്പെട്ട നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചിട്ടും ബഡ്ജറ്റിൽ 5 ബഡ്ജറ്റിൽ 21, 22, 23, 24, 25 5 ബഡ്ജറ്റിൽ ടോക്കൺ പ്രൊവിഷൻ വന്ന ഈ കോളേജ് എന്തുകൊണ്ടാണ് ഗവൺമെന്റ് പ്രഖ്യാപിക്കാത്തത്? അപ്പൊ രാഷ്ട്രീയവൽക്കരണം. ഞാനിവിടെ പ്രതിപക്ഷ MLA ആയി. ഈ കോളേജ് കൊണ്ടുവന്നാൽ അതിന്റെ ഇമേജ് IC ബാലകൃഷ്ണന്. രാഷ്ട്രീയവൽക്കരണം ഒരു തർക്കമില്ല, ഒരു ആശങ്കയും വേണ്ട. UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഏറ്റവും ആദ്യം സ്ഥാപിക്കുന്ന ഒരു പൊതു പദ്ധതി എന്ന് പറയുന്നത് ഗവൺമെന്റ് കോളേജ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരുപക്ഷെ IC ബാലകൃഷ്ണൻ എന്ന വ്യക്തിയെ മുൻ വർഷങ്ങളിലുള്ളതിൽ കൂടുതൽ തേജോവധം ചെയ്യുന്നുണ്ട്. അറിയാം, NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് വോട്ടർമാരോട്? അല്ല, ഞാൻ ഒരാളെയും ഉപദ്രവിക്കാനോ ഒരാളെയും കൊല്ലാനോ ഒരാളെയും എന്താ പറയുക ചില കാര്യം വലിയാടാക്കാനോ എൻ്റെ മനസ്സെന്ന് പറയുന്നത് ഒഴുകുന്ന നദി പോലുള്ള മനസ്സാണ്. ഒരാൾ ചീത്ത പറഞ്ഞാൽ പോലും അത് ഇതിൽ കേട്ട് ഇതിൽ വിടുന്ന ആളാണ് ഞാൻ. അത് ബഹുമാനപ്പെട്ട കോടതി പറയുമല്ലോ. ഞാൻ എൻ്റെ നേതാക്കളോടും സഹപ്രവർത്തകരോടും ഞാൻ ഈ വേദിയിൽ വെച്ച് പറഞ്ഞല്ലോ, ഒരു ദിവസം നിങ്ങൾ നോക്കിക്കോ ബഹുമാനപ്പെട്ട കോടതിയുടെ ഡിസിഷൻ എന്താണ്. അന്ന് ഞാൻ ഇവരോടൊക്കെ മറുപടി പറയും. എത്രത്തോളമുണ്ട് വിജയപ്രതീക്ഷ? ഒരു തർക്കമില്ല, ഭൂരിപക്ഷം വർദ്ധിക്കും. വിജയിച്ചു, ഭൂരിപക്ഷം വർദ്ധിക്കും. ഭൂരിപക്ഷത്തിന്റെ കണക്കൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. മെയ് 4-ാം തീയതി എന്തായിരുന്നാലും റിസൾട്ട് വരുമല്ലോ. നിങ്ങൾ ഞെട്ടുന്ന ഒരു ലീഡ് ഇവിടെ ഉണ്ടാവും. തീർച്ചയായും ജനകീയനായ നേതാവ് എന്നാണ് IC ബാലകൃഷ്ണനെ സാധാരണ പറയാറുള്ളത്. പക്ഷേ വിവാദങ്ങളൊക്കെ വേട്ടയാടുന്നുണ്ടെങ്കിലും അദ്ദേഹം വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. അദ്ദേഹത്തിന് വിജയാശംസകൾ നൽകുകയാണ്. അമ്പലവയലിൽ നിന്നും ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്.